കിട്ടുമല്ലോ. നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന പലതും നിസ്സാരമല്ല. തെറ്റായ ആഹാരശീലവും വ്യായാമക്കുറവും ഉറക്കക്കുറവും ഇന്നത്തെ സമൂഹത്തെ നിത്യരോഗികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന്റെ ലക്ഷണങ്ങളെ വകവയ്ക്കാതെ സ്വയം ചികിത്സ തീരുമാനിക്കുമ്പോൾ പലപ്പോഴും പല പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ശരിയായ ഭക്ഷണശീലവും വ്യായാമവും ഉറക്കവും സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ തിരിച്ചുപിടിക്കാം. ശീലമാക്കൂ വ്യായാമം, ശീലമാക്കൂ വ്യായാമം, ഉറപ്പാക്കൂ ഉറക്കം, ഉറപ്പാക്കൂ ഉറക്കം. ആരോഗ്യത്തെ സംരക്ഷിക്കാൻ, ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ശീലമാക്കാം നല്ല ഭക്ഷണം, ശീലമാക്കാം നല്ല ഭക്ഷണം. ശീലമാക്കൂ വ്യായാമം, ശീലമാക്കൂ വ്യായാമം, ഉറപ്പാക്കൂ ഉറക്കം, ഉറപ്പാക്കൂ ഉറക്കം. ആരോഗ്യത്തെ സംരക്ഷിക്കാൻ, ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ശീലമാക്കാം നല്ല ഭക്ഷണം, ശീലമാക്കാം നല്ല ഭക്ഷണം. ഇന്നത്തെ കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ്. അത് അമിതമായ ജങ്ക് ഫുഡും അമിതമായ ഫോൺ ഉപയോഗവും കൊണ്ടായിരിക്കാം. വളർന്നു വരുന്ന കുട്ടികൾക്ക് ആരോഗ്യപ്രദമായ വളർച്ചയ്ക്കും ബുദ്ധിശക്തിക്കുമായി പോഷകാഹാരങ്ങൾ നൽകാം. നിത്യവും പാൽ, മുട്ട, രസായനങ്ങൾ നൽകുന്നതിലൂടെ അവരുടെ ആരോഗ്യത്തെ നമുക്ക് മെച്ചപ്പെടുത്താം. ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും ചിട്ടയായ ജീവിതശൈലികളിലൂടെയും അവരുടെ ആരോഗ്യത്തെ നമുക്ക് മെച്ചപ്പെടുത്തി നല്ല നാളേക്കായി അവരെ നമുക്ക് വളർത്താം. ഈ പാലും പഴവും മുട്ടയും ഒക്കെ എവിടുന്ന് ഉണ്ടാവുന്നേ? അങ്ങനല്ല, മുത്തശ്ശി പറഞ്ഞു തരും. മക്കളെ, നമ്മൾ ഈ ദിനവും കഴിക്കുന്ന പാലും മുട്ടയും ഒക്കെ നമുക്ക് ഈ പശുവിൽ നിന്നും കോഴിയിൽ നിന്നും ഒക്കെ കിട്ടുന്നത്. നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളില്ലയോ, അതൊക്കെ നമ്മൾ കൃഷി ചെയ്താ ഉണ്ടാക്കുന്നത്. നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. സസ്യങ്ങളുടെ ഫലപുഷ്ടമായ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നത്. സസ്യങ്ങൾക്ക് വേണ്ടി വൃക്ഷായുർവേദവും മൃഗങ്ങൾക്ക് വേണ്ടി മൃഗായുർവേദവും നമ്മുടെ ശാസ്ത്രമായ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. രാസവളങ്ങൾ കൊണ്ടുള്ള കൃഷിരീതി ഒരേപോലെ മനുഷ്യനെയും പ്രകൃതിയെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ പ്രകൃതിയോടുള്ള വർദ്ധിച്ച ചൂഷണം പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പല സസ്യങ്ങളും വംശനാശത്തിന്റെ വക്കിലാണ്. നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയെ തിരിച്ചു കൊണ്ടുവരേണ്ടത് പ്രകൃതിയുടെ മക്കളായ നാം ഏവരുമാണ്. ഇല്ല ഇല്ല ജീവിതമില്ല, ഇല്ല ഇല്ല ജീവിതമില്ല, പ്രകൃതി ഇല്ലാതൊരു ജീവിതമില്ല, പ്രകൃതി ഇല്ലാതൊരു ജീവിതമില്ല. രക്ഷിക്കാം 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 രക്ഷിക്കാം, പ്രകൃതിയെ നമുക്ക് രക്ഷിക്കാം, പ്രകൃതിയെ നമുക്ക് രക്ഷിക്കാം. സംരക്ഷിക്കാം ആരോഗ്യത്തെ, സംരക്ഷിക്കാം ആരോഗ്യത്തെ. കാത്തു സൂക്ഷിക്കാം നാളേക്കായി, കാത്തു സൂക്ഷിക്കാം നാളേക്കായി.